ഹലോ! അപ്പൊ എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങള്? എല്ലാരും സുഖായിരിക്കുന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് എങ്ങനെ ചെയ്തെടുക്കാന്ന് നോക്കാട്ടോ. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണ് വേണ്ടിയതെന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കിട്ടുട്ടോ. കവായി പ്രിന്റബിൾ സ്റ്റിക്കേഴ്സ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒത്തിരി പിക്ചേഴ്സ് കാര്യങ്ങൾ വരും. അപ്പൊ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കട്ടോ. ഇനിയിപ്പോ ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ജേണൽ പ്രിന്റബിൾ സ്റ്റിക്കേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോ നമുക്ക് വേണ്ട പേജസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. A3 സൈസിലാണ് ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ A3 ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. ഇനിയിപ്പോൾ ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പേജസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ടു പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുമേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലാണോ ഓരോ സ്റ്റിക്കേഴ്സും വേണ്ടിയതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിത് ആ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഗാലറിയിൽ ഇത് വന്ന് കിടക്കുന്നുണ്ടാവേ. അതിനുശേഷം നമ്മൾ ഈ പ്രിന്റ് ഒക്കെ എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് സ്റ്റിക്കർ പ്രിന്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. 30 രൂപക്കും അതുപോലെ തന്നെ 20 രൂപക്കൊക്കെ നമുക്ക് സ്റ്റിക്കർ പ്രിന്റ് ചില സ്ഥലത്തൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്നാണെങ്കിലും ഓൺലൈൻ ആയിട്ടാണെങ്കിലും സ്റ്റിക്കേഴ്സ് പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊന്നും എഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ വീട്ടിൽ സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ടം എന്ന് പറയാൻ ഈ ഒരു കട്ടിങ് മാത്രമാണ് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മെനക്കേടാണ്. അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തത് പോലും കേട്ടോ. ഒറ്റ ടൈമിൽ തന്നെ അത് മുഴുവനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട സമയത്ത് ചെയ്താലും മതി, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതിനെ കട്ട് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പേജസ് തന്നെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം നമ്മളിത് പ്രിന്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടേ. അപ്പൊ ഇത് എല്ലാം ഞാനൊന്നും കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ജേണൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇനി മറ്റെന്താവശ്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യാവേ. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്തൊന്ന് പീൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ